ഹലോ, ഗുഡ് ഈവനിങ് കൂട്ടുകാരെ. അപ്പോൾ ഞാൻ ഇച്ചിരി കുടംപുളി പരിപാടി കേട്ടോ. കാരണം മഴ കുറഞ്ഞ സമയത്ത് വൈകുന്നേരങ്ങളിൽ ഇപ്പം 2-3 ദിവസമായി പെറുക്കിയിട്ട് ഇതെല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്. നമ്മൾ മീൻകറിക്കകത്തിടുന്ന കുടംപുളി. അതാണ് നമ്മുടെ വീട്ടിൽ ദൈവാനുഗ്രഹിച്ചുണ്ട്. പുറത്ത് മാർക്കറ്റിലൊക്കെ 400 മേളിലാണെന്ന് തോന്നുന്നു റേറ്റ്. എനിക്ക് കറക്റ്റ് അറിയില്ല. അത് ദൈവാനുഗ്രഹിച്ച് നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ 2 ദിവസമായി പെറുക്കാതെ ഇരുന്നതിൻ്റെതായ ലക്ഷണങ്ങൾ നിങ്ങൾക്കതിൽ കാണാം. ചെറിയ ചെറിയ വണ്ട് പ്രാണികളൊക്കെ കയറി കിട്ടുന്ന അഴുക്കെല്ലാം ആ കുരുവില്ല, അതിനകത്തെ കുരു നമ്മൾ മറ്റേ റംബൂട്ടാനൊക്കെ പോലെ അതിൻ്റെ പൾപ്പ് നല്ല ടേസ്റ്റാണ്. ചെറിയൊരു മധുരവും പുളിപ്പും അതിൻ്റെ നല്ലത് നോക്കി കഴിക്കാൻ നല്ല രുചിയാട്ടോ. അങ്ങനെ ഇപ്പം തന്നെ വായി വെള്ളം ഊർന്ന് പറഞ്ഞപ്പോൾ തന്നെ. അപ്പം ഞാൻ അതിൻ്റെ കുരുവെല്ലാം കുത്തി വെയിൽ പോയ സമയം അല്ല മഴ പോയ സമയത്ത് ഒന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് 2 ദിവസം പെറുക്കാതിരുന്നത് കാരണം അത്യാവശ്യം നമുക്ക് കിട്ടി. അപ്പോൾ ആ കാണുന്ന കേട്ടോ പുളിമരം. അപ്പം അവിടെ ഇരുന്ന് ഞാൻ പെട്ടെന്ന് എല്ലാം പെറുക്കിയെടുത്തു. സടപടയെന്ന് എല്ലാം ചെയ്യുകയാണ് കേട്ടോ. മഴ മൂടലും ഉണ്ട്, അതേസമയം വെയിലും ഉണ്ട്. അപ്പം അങ്ങനെയെല്ലാം ഇങ്ങനെ മുറിച്ച് അപ്പുറവും ഇപ്പുറമൊക്കെ മറിച്ചും തിരിച്ചു നോക്കിയിട്ട് ചാക്കയിലാണ് ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ ഉള്ള വെയിലത്ത് അതങ്ങ് അതിൻ്റെ വെള്ളമൊക്കെ വലിയണം. അകത്തേലൊക്കെ ഇട്ടാണ് നമ്മൾ നല്ല ചേര് കിട്ടി അങ്ങനെയൊക്കെ സൗകര്യമുള്ളവർ അങ്ങനെ ഉണക്കും. എന്നിട്ട് ഉണങ്ങിയ ശേഷം നമ്മൾ ഉപ്പൊക്കെ തിരുമ്മി എടുക്കുകയാണ്. നമ്മുടെ മലയാളികൾക്ക് മീൻകറിക്കകത്ത് ഇത് സ്പെഷ്യലാണല്ലോ, കുടംപുളി മസ്റ്റാണല്ലോ. അപ്പം അങ്ങനെ നമ്മൾ അതെല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മഴ മൂടലുണ്ട് കേട്ടോ. ഞാൻ കൊണ്ട് സ്പീഡിലെല്ലാം ചെയ്യുകയാണ്. അപ്പോൾ 2 ദിവസം പെറുക്കാതെ ഇരുന്നതിൻ്റേതായ ക്ഷീണം എന്തായാലും ഉണ്ട്. കുറേ ചീഞ്ഞു പോയി കേട്ടോ. ഇതാണ് നമുക്ക് ഒരു മരം ഉള്ളത്. ആ ഒരു മരത്തിൽ ഇപ്രാവശ്യം വളരെ കുറവാണ്. കഴിഞ്ഞ ആണ്ടും കിട്ടിയില്ല, വളരെ കുറച്ചേ കിട്ടിയുള്ളൂ. കാരണം ജൂൺ ജൂലൈ മാസത്തിലായി സംഭവം സീസൺ എന്ന് പറയുന്നത്, കുടംപുളിയുടെ സീസൺ. അപ്പോൾ മഴയത്ത് ഇത് റിസ്ക്കാണ്, ഹൈലി ടാസ്ക്കാണ് നമ്മളിത് ഉണക്കിയെടുക്കുക എന്ന് പറയുന്നത്. പിന്നെ ഒരെണ്ണമുള്ള ഒരു ചെറിയൊരു മരമാണ്. അതിൽ പിന്നെ അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട്, വലിയ കുഴപ്പമില്ലാതെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എന്നാലും നമ്മൾ ഈ ത്രൂട്ട് മഴ പെയ്യുന്നത് കൊണ്ട് പെറുക്കൽ അത് ഉണക്കലൊക്കെ ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാണ്. എന്തായാലും ഉള്ള സമയത്ത് എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടമാണ് കേട്ടോ. നല്ല മഴ മൂടലുണ്ട്. മഴ പെയ്തു. ഞാൻ മുമ്പ് തുണിയെല്ലാം പെറുക്കിയിട്ടായിരുന്നു. മഴ എന്ന് പറഞ്ഞ സമയത്താണ് കേട്ടോ വിറകുണ്ടാക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത്. അപ്പം നല്ലതായിട്ട് ശക്തമായിട്ട് ഒരുവിധം നല്ല കാറ്റുണ്ടായിരുന്നു. ഒരുവിധം മഴ കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും കിട്ടിയത് നമ്മൾ അടുക്കി പെറുക്കിയൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് വെച്ച് ചായയൊക്കെ വെച്ച് കൊടുക്കാൻ പ്ലാനില്ല, ഈ മഴയും കണ്ടുള്ള നിൽപ്പ് കേട്ടോ. പിന്നെ ചായ വെച്ചു, കൊച്ചെഴുന്നേറ്റു. അന്നേരത്തേക്കുള്ള ഉറക്കമായിരുന്നു. അപ്പം ഞങ്ങൾ ചൂട് പപ്സും ചായയൊക്കെ മഴയത്ത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല സുഖമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോയിൽ കാണാം.